ഈ 21:34 വിശുദ്ധ ലുക്കായുടെ സുവിശേഷം 21:34 21:33. അതായത് ആകാശവും ഭൂമിയും കടന്നു പോകും എന്ന് പറഞ്ഞേ. ആകാശവും ഭൂമിയും കടന്നു പോകും. അപ്പൊ നിങ്ങൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഒന്നുകൂടെ പറഞ്ഞേ, ആകാശവും ഭൂമിയും കടന്നു പോകും. എന്നാൽ എന്റെ വാക്കുകൾ കടന്നു പോവുകയില്ല. അതാണ് പ്രശ്നം. അതായത് ഈ വചനങ്ങള് കടന്നു പോകാതെ നിലനിന്ന് ഭരിക്കുകയാണ്. എന്താണ് കടന്നു പോണത്? വാക്ക് കടന്നു പോകത്തില്ല. 33 അല്ലേ? 21:33 വിശുദ്ധ ലൂക്കാ സുവിശേഷം. നിങ്ങൾ ശ്രദ്ധിക്കണം അച്ഛനെ. അതായത് കടന്നു പോണത് എന്താണ്? ആകാശം കടന്നു പോകും. ദാറ്റ് മീൻസ് എന്താണ്? ടൈം കഴിഞ്ഞു പോകും. ആകാശം എന്നല്ല ടൈമൊക്കെ ഉണ്ടാകണത് അല്ലേ? സൂര്യനെ നടുക്ക് നിർത്തിക്കൊണ്ട് സൂര്യന് ചുറ്റും നമ്മൾ ഭൂമിയൊക്കെ കറങ്ങുമ്പോഴും ഭൂമി സ്വയമായിട്ട് കറങ്ങുമ്പോൾ 24 ദിവസം, ഒരു പ്രാവശ്യം സൂര്യന് ചുറ്റും കറങ്ങണതിന് 360 ദിവസം. അപ്പോൾ ദിവസങ്ങളും വർഷങ്ങളും ഒക്കെ ഉണ്ടാകണത് ഇവരുടെ കറക്കത്തിൽ നിന്നല്ലേ? അതാണ് ആകാശം എന്ന് പറയുന്നത്. ആകാശം ഇങ്ങനെ കടന്നു പോകുന്ന വെച്ച് കഴിഞ്ഞാൽ കാലങ്ങൾ മാറി മാറി വരും. ഇപ്പോൾ 23 അല്ലേ? അടുത്ത കൊല്ലം 24, പിന്നെ 25. അപ്പോൾ കാലം മാറിപ്പോകാനും പോവുകയും, കാലം മാറിപ്പോയാലും പിന്നെ എന്താണ്? ഭൂമിയും മാറും. ഇപ്പം 21:33 എന്താ പറയണത്? ആകാശം എന്ന് പറഞ്ഞ ആകാശവും കടന്നു പോകും, ഭൂമിയും കടന്നു പോകും. ഭൂമി കടന്നു പോകും. എന്താ സംശയിക്കണേ? ഇപ്പം തന്നെ ഇപ്പോഴും ഹിമാലയം പ്ലേറ്റ് തമ്മിൽ ഇടിച്ച് പൊങ്ങി അല്ലേ? ചൈനയും അതുപോലെ തന്നെ മംഗോളിയൊക്കെ ഉള്ളൊരു പ്ലേറ്റും പിന്നെ ഏഷ്യൻ പ്ലേറ്റും തമ്മിൽ ഇടിച്ച് കുത്തിപ്പൊങ്ങി ഹിമാലയം ഉണ്ടായെന്നുള്ള തിയറി ഇപ്പോഴും ശാസ്ത്രം പ്രാബല്യത്തിലെടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഭൂമി ഇപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസ്ട്രേലിയയൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയല്ലേ? ആസ്ട്രേലിയയൊക്കെ ഒരു 10 ലക്ഷം വർഷം കഴിയുമ്പോൾ വന്ന് ഇന്ത്യയിൽ ഇടിക്കുമായിരിക്കും ഈ സാധനം. അപ്പോൾ ഇവിടെ ഉണ്ടാകും പർവ്വതങ്ങളൊക്കെ. കർത്താവ് പറഞ്ഞ കറക്റ്റാണ്. ഇതിങ്ങനെ കടന്ന് ഇങ്ങനെ മാറിക്കൊണ്ട് ഇരിക്കുകയാണ് ഈ സംഭവം. നമ്മളിരിക്കുന്ന സ്ഥലത്ത് പണ്ട് തോമസ് ലീഗയൊക്കെ വന്നു എന്ന് പറയുന്ന കാലത്ത് ഇവിടെ കടലല്ലേ? കടലാണല്ലേ ഇവിടെ? ഇപ്പം ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ്? കലവൂർ. കലമെന്ന് പറയുന്നത് എന്താണ്? കപ്പലെടുക്കുന്ന ഊര് അല്ലേ? അപ്പോൾ തുറമുഖം എന്നാണ് എൻ്റെ അർത്ഥം. അല്ല കലാകാരന്മാരുടെ സ്ഥലമൊന്നുമല്ല, തുറമുഖമാണ്. അപ്പോൾ ഇത് ഒരു കാലത്ത് കപ്പൽ അടുത്തിരുന്ന സ്ഥലത്ത് നമ്മളിപ്പോൾ ഇരുന്നുകൊണ്ട് സുന്ദരമായിട്ട് ധ്യാനം കൂടിക്കണം. ഭൂമി കടന്നുപോയി, ഭൂമി പിന്നെയും വെച്ചുപോയി. അപ്പോൾ കർത്താവ് പറഞ്ഞ കറക്റ്റാണ്. വെച്ച് കഴിഞ്ഞാൽ കാലം മാറിപ്പോകും, അതേപോലെ തന്നെ ഭൂമിയും കടന്നു പോകും. പിന്നെ എന്താണ് കടന്നു പോകാത്തത്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ കടന്നു പോകുകയില്ല. കൈയിടിച്ച് കർത്താവിന് വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് വാഗ്ദാനത്തിനായി നോക്കി പാർക്കുവാൻ ഉടമ്പടി എടുത്തിട്ടുള്ള ഞങ്ങളെല്ലാവരെയും ഈ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ വചനങ്ങള് എല്ലാം നിറവേറാനുള്ളതാണ്. അത് നമ്മുടെ കാലം കഴിഞ്ഞാലും എത്രയോ വർഷം കഴിഞ്ഞാലും ലോകം അവസാനിക്കുന്ന വരെ വചനം മനുഷ്യൻ്റെ ജീവിതത്തിൽ നിറവേറിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ വചനത്തെ നിറവേറ്റാനുള്ള ഏറ്റവും വലിയ സൊല്യൂഷൻ എന്താണ്? ദാറ്റ് ഈസ് കവനൻറ്റ്. അതാണ് ഉടമ്പടിയുടെ ഒരു ബലമെന്ന് പറയണത്. ഉടമ്പടി പ്രകാരമാണ് വചനം നിറവേറുന്നത്. ഒരു പ്രാർത്ഥനാ പ്രകാരം സിംഗിൾ പ്രെയർ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാം സിംഗിൾ ഫേസാണ്. പക്ഷെ ഒരു വചനം എപ്പോഴും നിറവേറുന്നത് ഞാൻ നിന്നോട് പറഞ്ഞ വചനങ്ങൾക്ക് മാറ്റം വരികയില്ലെന്നാണ് പറയണത്. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ വചനങ്ങളുണ്ട്, ഉടമ്പടി വചനങ്ങൾ. ഇപ്പം ഞാൻ നിന്നോട് പറഞ്ഞ വചനങ്ങൾ എന്താണ്? ഞാൻ നിന്നോട് പറഞ്ഞ വചനങ്ങൾക്ക് മാറ്റം വരികയില്ല. കാര്യം എന്താണ്? ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം നിറവേറ്റും. ഇപ്പോഴ് കർത്താവിൻ്റെ വചനത്തിൽ ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം നിറവേറ്റും. അതായത് സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. മത്തായി 5:18 ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം
നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വിഷയം അതെല്ലാം പൂർണ്ണമായിട്ട് നിറവേറും. എന്താ കാര്യം? ഉൽപ്പത്തി 28:15 ടേക്ക് ദ ബിഡ് ഓഫ് ഗോഡ്. ഉൽപ്പത്തി 28:15 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉൽപ്പത്തി 28:15 നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ. ഒന്ന് പറഞ്ഞ് ഏറ്റു പറഞ്ഞ സ്വരത്തിൽ പറഞ്ഞ് ഇടിമുഴക്കം പോലെ പറഞ്ഞ് നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. ഹല്ലേലൂയ 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 മഹത്വം യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങൾ വാഗ്ദാനം വചനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. വചനത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. ഞാൻ നിന്നെ സ്വരത്തിൽ പാടുക. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആര് മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ഇത് നമ്മൾ വളരെ ആഴമായ രീതിയിൽ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. എന്താണ്? കർത്താവ് എന്നെ കൈവിടത്തില്ല. അതവൻ്റെ വാഗ്ദാനമാണ്. ഒന്ന് പറഞ്ഞേ, കർത്താവ്. കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് പറ, കർത്താവ് ഈ കണ്ണീരിന്റെ കാലത്ത് എന്നെ കൈവിടത്തില്ല, എന്റെ കുടുംബത്തെ കൈവിടത്തില്ല. അത് കർത്താവിന്റെ വാഗ്ദാനമാണ്. വാഗ്ദാനങ്ങളിലെ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന്റെ വാഗ്ദാനങ്ങളിലെ ഞാൻ വിശ്വസിക്കുന്നു. കുറിച്ച് കർത്താവിൻ്റെ സാന്നിധ്യം, വാഗ്ദാനമുള്ള സാന്നിധ്യം. നീ തൈലമെടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി നെറ്റിക്ക് കുരിശ് വരച്ച് ഇറങ്ങുമ്പോൾ തന്നെ നീ നിൻ്റെ മനസ്സിനോട് പറയണം, ആരാണ്? എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. അതിനാണ് ഉടമ്പടിയുടെ തൈലം തന്നിരിക്കുന്നത് കർത്താവ്. അതെപ്പോഴും ദാവീദും അങ്ങനെ പറയുമായിരുന്നു, അവിടുന്ന് എൻ്റെ ശിരസ്. ദാവീദും ഉടമ്പടിയുടെ ആളല്ലേ, അങ്ങനെ ഉടമ്പടി പ്രകാരമാണല്ലേ രാജസ്ഥാനം കിട്ടിയത്. അപ്പോൾ ദാവീദും പറയുമായിരുന്നു, എൻ്റെ കർത്താവ് എൻ്റെ ശിരസിൽ എപ്പോഴും തൈലം പൂശും. കാര്യം എന്താണ്? എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. സങ്കീർത്തനം 23:5 ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ. 23-ാം സങ്കീർത്തനം 5-ാം തിരുവചനം. എന്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അതായത് ഈ ശിരസ് തൈലം കൊണ്ട് പൂശണത്, അതായത് മരണത്തിൻ്റെ ഇരുൾ വീണ താഴ്വരയിലൂടെയാണ് നടക്കുന്നതെങ്കിലും അവിടുന്ന് എൻ്റെ കൂടെയുള്ളതിനാൽ ആ കൂടെയാണ് തൈലപ്പൂശലിലൂടെ നമുക്ക് കിട്ടുന്നത്. തൈലം എപ്പോൾ പൂശാലും ഓർക്കണം, യാക്കോബ് കല്ലിലൊഴിച്ച തൈലം, ദാവീദ് നെറ്റിയിലൊഴിച്ച തൈലം, അഭിഷേക തൈലം, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉറപ്പ് വരുത്തുന്ന ഉടമ്പടിയുടെ തൈലം. അത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. എനിക്ക് എൻ്റെ സഹോദരനോട് പറയാനുള്ളത്, നിങ്ങൾ ഉടമ്പടി എടുക്കുന്നത് ഒരു പക്ഷേ ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടിയാണ്. ജോലി, വീട്, വിവാഹം, പരീക്ഷ, ഇൻ്റർവ്യൂ, അതെ. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ഇഫക്റ്റ് എന്ന് പറയണത് നിങ്ങളുടെ ആ പെർട്ടിക്കുലർ തിങ്സ് മാത്രമല്ല. നിങ്ങൾക്ക് പറ്റണ ഒരു അബദ്ധം, ഇപ്പം ജപ്തി നടപടിയാണ്.
അപ്പം നിങ്ങൾ ജപ്തി നടപടി മാറുക എന്നുള്ള വിഷയത്തിനായിരിക്കും നിങ്ങൾ ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷേ അതിനേക്കാൾ വലിയ സംഭവം അവിടെ നടക്കുന്നുണ്ട്. എന്താ കാര്യം? നിൻ്റെ ദൈവം നിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നു. ഇപ്പോൾ റീജ അഗസ്റ്റിൻ്റെ ഒരു സാക്ഷ്യം ഈ ദിവസങ്ങളിലെ നല്ല സാക്ഷ്യങ്ങളൊന്നാണ്. റീജ അഗസ്റ്റിന് അതായത് അവർ കാനഡയിലാണ്, സിലിക്കൺ വാലിയിൽ. അവർ 10-12 കൊല്ലമായിട്ട് അവിടെയാണ്. അപ്പോൾ അവരുടെ സാക്ഷ്യത്തിൽ ഉള്ള പ്രത്യേകത, അവർക്ക് ഒരു ദിവസം വെളുപ്പിന് 4:30 ഗാരേജിൽ നിന്ന് വണ്ടി എടുക്കണം. കാരണം 5:30 പോകേണ്ടത്. പക്ഷെ അവിടെ എന്തോ ഒരു ടൈമിൻ്റെ ഒരു ചേഞ്ച് അവർ ആ രാജ്യത്ത് ക്ലോക്ക് തിരിച്ചു വെക്കുന്ന ടൈം സേവിങ് എന്തോ ഒരു പരിപാടിയുണ്ട്. അത് മൊത്തം അങ്ങനെ ബാധിക്കും. ഒരു 3 മാസമൊക്കെ നിൽക്കും അത്. അപ്പം അതുകൊണ്ട് 5:30 പോകേണ്ട ആൾ 4:30 പോകണം. അപ്പം 4:30 പോയി ഗാരേജിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഭർത്താവാണ് സാധാരണ എടുക്കണത് വണ്ടി. ഗാരേജിൽ നിന്ന് വണ്ടി കൊണ്ടുവരണം, കുറച്ച് ദൂരത്തിലാണ്. ഇപ്പം ഇന്ന് ഹസ്ബൻഡ് പറഞ്ഞിരിക്കുന്നത് നീ പോയി വണ്ടി എടുത്തിട്ട് വരാൻ പറഞ്ഞ്. 4:30 വെളുപ്പിന്. അപ്പോൾ വണ്ടി എടുക്കുന്നവർക്ക് പേടിയാണ്. എങ്കിലും പറഞ്ഞത് കാര്യം അദ്ദേഹം ഇവരൊരുമിച്ച് പോകണം. കാര്യം ഇത് കുറച്ച് 2 മണിക്കൂർ യാത്രയുണ്ട്. അതിനുശേഷമാണ് ജോലി. ഒരു ദിവസം 10 മണിക്കൂർ ജോലിയുണ്ട്. പിന്നെ ടൈറ്റ് ടൈം ടേബിളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ജോലിയിടയ്ക്ക് നിനക്ക് പറയണത് പെട്ടെന്ന് പോയി എടുത്തുകൊണ്ട് വരണം. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ഷെയർ ചെയ്തല്ലേ ജീവിക്കണത്. അപ്പോൾ ഒരാൾ എടുക്കാൻ പറഞ്ഞാൽ പിന്നെ എനിക്ക് പറ്റത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല, നമ്മൾ പോയി എടുക്കേണ്ടി വരും. വണ്ടി എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഇവർക്ക് പേടിയാണ്. ഇതുവരെയൊക്കെ എടുത്തിട്ടുമില്ല. അങ്ങനെ എനിക്ക് പേടിയാണ് അമ്മയെന്ന് പറഞ്ഞ് ഇവർ വണ്ടി ഗാരേജിൽ കയറി വണ്ടി എടുത്തു. വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അടുത്ത സീറ്റിൽ ആ വെളുപ്പം കാലത്ത് ഈ ചാര നിറത്തിലുള്ള സാരിയും ചുറ്റി അമ്മ ഇവളുടെ കൂടെ ഇരിക്കണം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞില്ലേ, നമ്മളൊക്കെ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണ് ഇപ്പോൾ ഉടമ്പടി ഇങ്ങനെ സഞ്ചരിച്ചു പോണത്. ഞാനും അമ്മ ആദ്യം ഉടമ്പടി തരുമ്പോൾ ഓർത്തില്ല, എനിക്കിതിനെക്കുറിച്ചൊക്കെ അത്ര ആധികാരികമായിട്ട് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഉടമ്പടി അനാദികാലം മുതൽ ദൈവത്തിൻ്റെ വാക്കുകൾ പാലിക്കുന്ന, ദൈവം വാഗ്ദാനം പാലിക്കുന്ന ഒരുപക്ഷെ ഒരേ ഒരു ഫോർമാറ്റാണിത്. ദൈവം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഉടമ്പടി പാലിക്കും. ദൈവം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ നമ്മളും അതുപോലെ നിൽക്കണം. ഇപ്പം നമ്മളോട് പറഞ്ഞില്ലേ, ഇപ്പം ഉൽപ്പത്തി 28:15 എന്താ പറയണത്? ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതെല്ലാം ഞാൻ പാലിക്കുന്നവരെ നിന്നെ വിട്ട് പിരിയത്തില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? അതൊക്കെ വാഗ്ദാനമാണ്, ഇട്ടിമുഴക്കമുള്ള വാഗ്ദാനമാണ്. ഒന്ന് പറഞ്ഞ്, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിറവേറ്റുന്നതുവരെ നിന്നെ വിട്ട് പിരിയത്തില്ല. അപ്പോൾ അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അപ്പോൾ ആ വാഗ്ദാനത്തിലാണ് ഈ അഷ്വറൻസിൽ അമ്മ കൂടെ വരണത്. അപ്പോൾ നമുക്ക് അതായത് നമ്മൾ ആദ്യമൊക്കെ ജനങ്ങൾ സഞ്ചാരി മാതാവെന്നൊക്കെ വിളിക്കുമ്പോൾ എനിക്കൊരു ചെറിയ ചമ്മലായിരുന്നു. ഇനി പുതിയ മാതാവിനെ ആൾക്കാർ ഇറക്കിക്കൊണ്ട് വരികയാണ്, ഇതിപ്പോൾ സഭ എങ്ങനെ ഇതിനെ കാണുമെന്നൊക്കെ എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ സഞ്ചാരി മാതാവെന്നൊന്നും ആരും പറഞ്ഞില്ല. എല്ലാ മാതാവല്ലേ, പിന്നെ എന്തിനാ പുതിയ പേരിടണം? പക്ഷേ ഈ സാക്ഷ്യങ്ങൾ കേട്ട് വരുമ്പോൾ സഞ്ചാരത്തിനേക്കാൾ അപ്പുറത്താണ് സാന്നിധ്യം നൽകണത്. എവിടെയാണ് നിനക്കൊരാവശ്യമുള്ളത്, അവിടെ എന്ത് വിഷയത്തിനാണ് ആവശ്യമുള്ളത്, അവിടെ നിന്നോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിറവേറ്റുമ്പോഴോ ഐ വിൽ നോട്ട് ലെറ്റ് യു ഓർഫൺ, ഞാൻ നിന്നെ ഒരു കാലത്ത് നിന്നെ പിരിഞ്ഞു പോകത്തില്ലെന്ന് കൈയിടിച്ച് കർത്താവിനെ സഞ്ചരിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതെല്ലാം ദൈവം നിറവേറ്റും. പക്ഷേ ഉടമ്പടിക്കൊരു പ്രശ്നമുണ്ട്. എന്താണ്? നമ്മൾ ദൈവത്തോട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ നിറവേറ്റണം, എന്നാലേ ഉടമ്പടി ആകത്തുള്ളൂ. മനസ്സിലായില്ലേ? ദൈവം നമ്മോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിറവേറ്റും. പക്ഷെ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ ദൈവത്തോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിറവേറ്റണം. ഇപ്പം ഇവർക്ക് ഈ റിജയ്ക്കൊരു കുഴപ്പമുണ്ട്. കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അവിടെ പ്രശ്നം എന്താ?
അവരുടെ പ്രശ്നം അവർക്ക് 10 മണിക്കൂർ ജോലിയാണ്, 12 മണിക്കൂർ ജോലി ചില സമയത്ത് വരും. എന്നിട്ട് പിന്നെ 1 മണിക്കൂർ ഡ്രൈവിംഗ് ഉണ്ട്. ദാറ്റ് മീൻസ് നമ്മളൊക്കെ 8 മണിക്കൂർ ജോലി ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് ചിലർ OT എടുത്ത് ജോലി ചെയ്യും. ഇത് സ്ഥിരമായിട്ട് 10 മണിക്കൂറാണ് അവരുടെ വർക്കിംഗ് അവേഴ്സ്. അതാണ്. അത് കഴിഞ്ഞിട്ട് ഇവർ വരുമ്പോൾ ടയർഡായി പോകും. ഇവർ പറയണത്, ഞാൻ ആ ഉടമ്പടിയുടെ അരമണിക്കൂർ വചനം വായിക്കത്തില്ല. എന്നിട്ട് ഞാൻ പറയും, ഹസ്ബൻഡ് വായിക്കട്ടെന്ന് പറയും. ഹസ്ബൻഡ് എൻ്റെ ഭർത്താവാണല്ലോ, അപ്പം അദ്ദേഹം വായിക്കുമ്പോൾ അദ്ദേഹത്തെ എൻ്റെ അക്കൗണ്ടിലാക്കുമെന്ന് ഞാൻ. അവർ വളരെ സിൻസിയറായിട്ടാണ് പറയണത്, മാത്തമാറ്റിക്കലായിട്ടാണ് പറയണത്. ഹസ്ബൻഡ് വായിക്കുമ്പോൾ കർത്താവിനോട് ഞാൻ പറയും, ഹസ്ബൻഡ് വായിക്കുന്നുണ്ട്, അത് എൻ്റെ പേരിൽ നിന്ന് ആക്കി എടുത്തേക്കണമെന്ന്. അപ്പോൾ അവർ ഭയങ്കര കമ്മ്യൂണിക്കബിളാണ് ദൈവമായിട്ട്. അതാണ് ഈ വന്നൊക്കെ കൂടെ ഇരിക്കണതേ. ആ വിശ്വസിക്കുമ്പോൾ ഇങ്ങനെ ഒക്കത്തില്ലേ, കിട്ടുക വരുവോ ഇല്ലേ, ശരിയാണോ എന്നൊക്കെ പറഞ്ഞ് സംശയിച്ചല്ല. അവർ പറഞ്ഞത് എന്താണ്, എനിക്ക് 10 മണിക്കൂർ വർക്കുണ്ട്, പിന്നെ എനിക്ക് 1 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും 2 മണിക്കൂർ ഡ്രൈവിങ്ങിന് പോകും. അപ്പോൾ അത് കഴിയുമ്പോൾ എനിക്ക് വായിക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് ഹസ്ബൻഡ് വായിക്കുമ്പോൾ അത് നീ എൻ്റെ അക്കൗണ്ടിലാക്കി നീ അത് വരവ് വെക്കണമെന്ന് പറയും. പക്ഷേ അമ്മ പിറ്റേ ദിവസം വരുമ്പോൾ ഒരു ചുരുൾ കൊണ്ടുവന്ന് കാണിക്കും. എന്താണ് ചുരുളെന്ന് പറഞ്ഞാൽ? എന്താണ്? വചനമാണ്. വചനം നമുക്കറിയാം, വചനത്തിന് ചുരുളെന്നല്ലേ പറയണത്. അവളത് പറയുന്നുണ്ട്, ഒരു ചുരുൾ കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ വായിക്കേണ്ടത്, നീ എന്നോട് പറഞ്ഞത് നീ ചെയ്യാവുന്നല്ലേ പറഞ്ഞത്, അത് നീ തന്നെ ചെയ്യണം. അതാണ് ചുരുൾ കാണിക്കുന്നത്. അപ്പം നമ്മൾ എവിടെയെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നോക്കണം. അതായത് നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു കുഴപ്പം എന്താ അറിയാമോ? നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നം, നിങ്ങളുടെ ആ വിഷയത്തിലാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ദൈവത്തോട് പറഞ്ഞ കാര്യത്തിലല്ല. നിങ്ങൾ ദൈവം ചെയ്ത് തരേണ്ട കാര്യത്തിലാണ് നിങ്ങൾ അത് പ്രാധാന്യം കൊടുക്കുന്നത്, ദൈവത്തിനല്ല. നിങ്ങൾ ദൈവത്തോട് പറഞ്ഞ കാര്യത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. ദൈവത്തോട് പറഞ്ഞ കാര്യത്തിൽ നിങ്ങളൊന്ന് പ്രാധാന്യം കൊടുത്ത് നോക്കിക്കേ. അപ്പോൾ ഉടമ്പടി എന്താണെന്ന് നിങ്ങൾ അറിയും. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ഞാൻ ദൈവത്തിരുസന്നിധിയിൽ ഉടമ്പടി പ്രകാരം അങ്ങയോട് ചെയ്യാമെന്ന് പറഞ്ഞ കാര്യങ്ങള് വർദ്ധിച്ച അഭിഷേകത്തോടെ ചെയ്യാൻ എനിക്ക് ദൈവ കരുത്ത് നൽകണമേ. അഭിഷേകത്താൽ നിറഞ്ഞ് പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും ഈ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതൊരു ടിൻഡു മാനന്തവാടിയുടെ സാക്ഷ്യങ്ങൾ കേട്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ, സാക്ഷ്യത്തിൽ നിന്നാണ് ഉടമ്പടിയുടെ നിലവാരം നമ്മൾ അറിയണത്, പ്രസൻറ്റ് നിലവാരം. ടിൻഡു മാനന്തവാടി സാക്ഷ്യം എന്താണ്? അവർ മാലദ്വീപ്സിൽ വർക്ക് ചെയ്യുന്നവരാണ്. അവരവിടെ നിന്ന് പോകാം, അവർക്ക് UK വിദേശത്തേക്കോ ഒരു ഇൻ്റർവ്യൂവും ഇല്ലാതെ, അതുപോലെ തന്നെ ഒരു ഏജൻറ്റും ഇല്ലാതെ ഭർത്താവിനും ഭാര്യയ്ക്കും കുഞ്ഞിനും ഒരുമിച്ച് വിസ കിട്ടിയ ആളാണ്. എന്താ കാര്യം? അങ്ങനെ കിട്ടാൻ കാര്യം എന്താ? ഏജൻറ്റ് പോലും ഇല്ലാതെ എന്താ കാര്യം? ഇവർ കർത്താവിനോട് പറഞ്ഞ കാര്യങ്ങൾ കർത്താവിനോട് പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഭംഗിയായിട്ട് ചെയ്ത്. അവരെന്താ പറഞ്ഞത്? അവർ ഒരു കെട്ട് പത്രം വാങ്ങിക്കുന്നതിന് പകരം ഇവർ 2000 പത്രം വാങ്ങിച്ചിരിക്കണം. 2000 പത്രം വാങ്ങിച്ചിട്ട് കേരളത്തിലും തമിഴ്നാടിൻ്റെ അതിർത്തി വരെ, മാനന്തവാടിയല്ലേ, തമിഴ്നാടിൻ്റെ അതിർത്തി വരെ കൊണ്ടുപോയി സ്കൂളുകളിൽ കൊടുത്തിട്ട് അവർ പറയുന്ന ന്യായം എന്താണെന്ന് അറിയാമോ? പുതിയ തലമുറ കർത്താവിനെ അറിയണം. അപ്പോൾ കർത്താവിന് വേണ്ടിയുള്ള ഒരു ഉടമസ്ഥ ജോലിയാണ് ചെയ്യണത്. നിങ്ങളെ ചിലരും ഈ ഉടമ്പടി വാടകക്കാരാണ്. അതായത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് കർത്താവിന് വേണ്ടി ഒരു ജോലി ചെയ്യുന്നു ഉടമ്പടിക്കാലത്ത്, അതല്ല. അപ്പോൾ വാടകക്കാരും വീട്ടുകാരും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ചില ആൾക്കാർ ഉടമ്പടിയിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും അവരുടെ കാര്യങ്ങൾ മാത്രം നടന്നോ എന്ന് ചിന്തിച്ച് ആകുലപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവം നിങ്ങളെ വീട്ടുകാരായിട്ട് കണക്കാക്കത്തില്ല, വാടകക്കാരായിട്ട് കണക്കാക്കത്തുള്ളൂ.
ആ ഒരു നിലവാരം മാറ്റിയെടുക്കണം. ഇപ്പം ടിൻഡു എന്താ പറയണത്, പുതിയ തലമുറ കുട്ടികൾക്ക് ഞാനിത് കൊടുക്കും. എന്താ കാര്യം, കുട്ടികൾ ദൈവത്തെ അറിഞ്ഞാൽ ചെറുപ്പകാലം മുതലേ, അപ്പോൾ ദൈവസ്നേഹം ഉള്ളതുകൊണ്ട് അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയണത്. കുട്ടികൾ ദൈവത്തെ അറിയണം. എന്നിട്ട് കുഞ്ഞുങ്ങളോടൊക്കെ അത് പറയും, ദൈവത്തെക്കുറിച്ച് പറയുകയും പത്രം കൊടുക്കുകയും. ഇപ്പോൾ പത്രം കൊടുക്കുന്ന പല ആൾക്കാരും ഈ ആഴ്ച സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്, അവർ പത്രം കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ആശ്വാസമാണ്. എന്താണ്, അവർക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. കാര്യം ആ മാസത്തെ മുഴുവനും വലിയ സാക്ഷ്യങ്ങളാണ് പത്രത്തിലുള്ളത്. അപ്പോൾ അതായത് പ്രസിൻഡ എന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു ദിവസങ്ങളിൽ. പ്രസിൻഡ പറയണത്, ഞാൻ എൻ്റെ ജീവിതം തീർന്നു, ഇനി ആത്മഹത്യയെ വഴിയുള്ളെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ദേവാലയത്തിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ കൊണ്ടുവന്ന്, ആളെ ഞാൻ കണ്ടില്ല, എൻ്റെ മടിയിലൊരു കൃപാസനം പത്രം ഇട്ട്. ആ സാക്ഷി നിങ്ങൾ കേൾക്കണം, ഇത് ഇന്നലെ അപ്പിയിരിക്കണതാണ്. അതോടുകൂടി ഈ കൃപാസനം ഉടമ്പടി ഇല്ലായിരുന്നെങ്കിൽ ഇത് പറയാൻ വേണ്ടി ഞാനിന്ന് ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് അവർ പറയണത്. അവരുടെ ലൈഫ് അത്രയും പോയായിരുന്നു, അത്രയും ലൈഫ്. പക്ഷേ ഇവർ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഇവർ പറയണ ഒരു സംഭവമുണ്ട്. എന്താണ്, എന്നെ വിശുദ്ധ കുർബാനയുടെ കുഞ്ഞാക്കി മാറ്റണം, ഈശോയുടെ സ്വന്തം മോളാക്കി മാറ്റണം. അപ്പോൾ അവർക്ക് അവർ 10-25 വയസ്സുള്ളതെന്ന് തോന്നണം. പക്ഷേ ഇവർ ആദ്യം ഉടമ്പടി ഇടുന്നത് അവരുടെ ജോലിയോ ഒന്നുമല്ല, അവരുടെ വിവാഹവും അതൊക്കെയാണ് പ്രശ്നങ്ങൾ. അവരുടെ കുടുംബത്തിൽ വേറെ കുറേ പ്രശ്നങ്ങളുണ്ട്, അതൊന്നുമല്ല. ഇവരവിടെ ചെല്ലുമ്പോൾ ആദ്യം എഴുതി വെക്കണേ, എനിക്ക് എന്നെ ഈശോയുടെ മോളാക്കി മാറ്റണേ, എന്നെ വിശുദ്ധ കുർബാനയുടെ ഉപാസകയാക്കി മാറ്റണേ എന്നാണ് ഇവരെഴുതുന്നത്. അവരെങ്ങനെയാണ് അത് എഴുതിയെന്ന് അവർക്കറിയത്തില്ല. അതിനാണ് അവർ ഷീസയുടെ കാത്തലിക്. അപ്പോൾ വിശുദ്ധ കുർബാനയോട് അത്രയും, കാത്തലിക്സാണല്ലേ എല്ലാ ദിവസവും കുർബാന ഉള്ളതും, പറ്റുന്നവരെല്ലാം കുർബാനക്ക് പോകും, കർത്താവിന് സാധിക്കുന്നവരൊക്കെ പോകും. അപ്പോൾ മറ്റു സഭകളിലെ കുർബാന അത്രയും ഒരു മസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ തെറ്റിദ്ധാരണയാണെങ്കിൽ ക്ഷമിക്കട. അതായത് പ്രശ്നം അവർ പറയുന്നതിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അവർ പറയുന്ന രീതിയിൽ നിന്നാണ് ഞാൻ ഇത് പറയണത്, അല്ല എൻ്റെ ഒരു അഭ്യൂഹമല്ല. അപ്പോൾ അവർ പറയും, പക്ഷേ എന്നിട്ട് അവർ പറയുന്നുണ്ട്, ഓ ഞാൻ അങ്ങനെ എഴുതിയോ എന്ന് പുറത്തിറങ്ങിയ, അത് ഞാൻ കാത്തലിക് അല്ലല്ലോ എന്നാണ് അവർ പറയണത്. അതാണ് പ്രശ്നം, അതാണ് അവർ പറയണത്. ഞാനിങ്ങനെ എഴുതിയോ, ദിവസവും കുർബാനയ്ക്ക് പോയിക്കൊള്ളാമെന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അവരെഴുതിയാണ്, എന്നെ ഈശോയുടെ മകളാക്കണമേ, എനിക്ക് ദിവസവും കുർബാനയ്ക്ക് പങ്കെടുക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. പക്ഷേ എഴുതി കഴിഞ്ഞ ആൾ പുറത്ത് വന്നപ്പോഴാണ് അടിപ്പം പറ്റി അറിയണത്. ഇങ്ങനെ അവർ ചിന്തിച്ചിട്ടില്ല, കാരണം അവർക്കറിയാൻ പറ്റത്തില്ല, അതിനുള്ള സൗകര്യം അവർ താമസിക്കുന്ന സ്ഥലത്ത് ഇല്ലതാനും. ദിവസം കുർബാനയുള്ള പള്ളി ഇല്ല അവിടെ, ദിവസം കുർബാനയുള്ള പള്ളി അവിടെ ഇല്ല. അപ്പോൾ അവരോർക്കുമേ, ഇതെന്ത് പരിപാടി, ഞാനെന്താ ഇങ്ങനെ എഴുതിയത്, എനിക്കിങ്ങനെ എങ്ങനെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റും, എനിക്കതിനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇവിടെ ഡെസ്പായി നടക്കുമ്പോൾ പെട്ടെന്ന് ഇവരുടെ സഭയിലെ കുർബാന പാട്ട് വെറുതെ വന്ന് തലക്കടിക്കും എപ്പോഴും. ഇവിടെ അതായത് ഈശോ തിരിച്ചുവരെ വിളിക്കുകയാണ് ഉടമ്പടി ഓർപ്പിച്ചുകൊണ്ട്. കാരണം അവിടെ എഴുതിയിരിക്കുന്ന കാര്യം കറക്റ്റാണ്, എനിക്ക് ഈശോയുടെ മകളായി ജീവിക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. അത് ഈശോയുടെ ഹൃദയത്തെ ശരിക്കും അങ്ങ് സ്പർശിച്ചിട്ടുണ്ട്. അവൾ എഴുതിയിരിക്കുന്ന രണ്ടാമത്തെ കാര്യം, എനിക്ക് വിശുദ്ധ കുർബാന എല്ലാ ദിവസവും കൂടണമെന്ന് എഴുതിയിരിക്കുകയാണ്. അത് ഈശോയുടെ ഹൃദയത്തെ വല്ലാതെ, അതായത് ദൈവത്തിന് വേണ്ടി ചിന്തിക്കുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്താൽ ദൈവം പെട്ടെന്ന് നമ്മൾ ഓൺ ചെയ്യും. ഉടമ്പടിയിൽ വരുന്ന ഒരു മരവിപ്പെന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് മാത്രം നിങ്ങൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു അകൽച്ച വരണത്. അതുകൊണ്ടൊന്ന് തിരുത്തണമെന്ന് എനിക്ക് തോന്നണത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, പ്രിൻസയെ പോലെ അങ്ങയെക്കുറിച്ച് ചിന്തിക്കുവാനും അങ്ങയെ ഓർക്കുവാനും അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാനും എൻ്റെ ജീവിതത്തെ ഉടമ്പടി പ്രകാരം പുനർക്രമീകരിക്കണമേ. ശ്രദ്ധിക്കട്ടെ, ദൈവസ്നേഹത്തിൽ എന്തെങ്കിലുമൊക്കെ തിക്തതക്കുറവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ആരാധനയിൽ അത് പരിഹരിക്കുവാൻ ഞങ്ങളെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണം. അതായത് അപ്പനും അമ്മയ്ക്കും രോഗം, അവൾക്ക് രോഗം, അവൾക്ക് ജോലിയില്ല, വിവാഹം ഒക്കണില്ല, സാമ്പത്തിക കടം, ഇങ്ങനെ കുറേ വിഷയങ്ങളാണ്. അങ്ങനെ ഒരു സെറ്റപ്പിൽ അവസ്ഥയിലാണ് ഉടമ്പടി എടുക്കുന്നത്. എന്നിട്ട് ഇവൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ആദ്യം എഴുതണത് എന്താണ്, എനിക്ക് ഈശോയുടെ മോളായിട്ട് ജീവിക്കണം,
എനിക്ക് എല്ലാ ദിവസവും കുർബാന കൂടണം. നിയോഗമായിട്ട് വെച്ചിരിക്കണതേ, നിയോഗം വെച്ച് കഴിഞ്ഞിട്ടാണ് ഇത് നടക്കാത്ത കാര്യമാണല്ലോ എന്ന് ചിന്തിക്കണം. അപ്പോൾ എന്തോ ഒരു വിഷയത്തിന് അപ്പോൾ ഉടമ്പടി എടുത്തോടുകൂടി ഇവളൊരു പള്ളിയിൽ പോയി അപ്പോൾ ആ പള്ളിയിൽ കുരിശിൻ്റെ വഴി നടക്കുകയായിരുന്നു. ഒരു കത്തോലിക്ക പള്ളി. അപ്പോൾ കുരിശിൻ്റെ വഴി നടക്കിയിരുന്നു. അപ്പോൾ ആ പള്ളിയിലൊരു പ്രശ്നമുണ്ട്. അതായത് ഒന്നാം സ്ഥലത്തേക്ക് കുരിശിൻ്റെ വഴിയുടെ സമയത്ത് ഒന്നാം സ്ഥലത്ത് ആ കുരിശ് ഒരാളെടുക്കും, രണ്ടാം സ്ഥലം വരെ ആ കുരിശ് ചുമന്നുകൊണ്ട് പോകും, വലിയ കുരിശാണ്. അപ്പോൾ ആ രണ്ടാം സ്ഥലത്ത് വേറെ ഒരാൾ വന്ന് കുരിശെടുക്കും, എന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് ആ കുരിശ് ചുമന്നുകൊണ്ട് പോകും. അപ്പോൾ ഇവൾക്ക് ഭയങ്കര സങ്കടം ഇത് കണ്ടിട്ട്, കാരണം അവരുടെ പള്ളി കുരിശിൻ്റെ വഴിയില്ല. അപ്പോൾ ഇവൾക്ക് തോന്നി, ഈശോ ഒരു സ്ഥലത്ത് എങ്കിലും എനിക്ക് ഈ കുരിശെടുക്കാനൊന്ന് പറ്റിയെങ്കിൽ, പക്ഷെ ഞാനീ പള്ളിക്കാരത്തിയല്ല അതാണ്. പക്ഷെ ഉടനെ പരിശുദ്ധമ്മ അവൾക്ക് നോട്ട് കൊടുക്കും, പറഞ്ഞു നീ ഇതിനേക്കാൾ വലിയ കുരിശല്ലേ എടുക്കണത്, അതെന്നോടുള്ള സ്നേഹത്തെ പ്രതി എടുത്താൽ മതി എന്ന് പറയും. കാരണം വീട്ടിൽ അപ്പന് രോഗമാണ്, അവൾക്ക് ജോലിയില്ല, വീടില്ല, പല പ്രശ്നങ്ങളാണ്. അപ്പോൾ അമ്മയ്ക്കുണ്ട് അസുഖം, അപ്പോൾ ഇവൾക്കുണ്ട് അസുഖം, ഇങ്ങനെ പല പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഈ പ്രശ്നത്തിൽ അവൾ പറഞ്ഞു, നീ ഇതിനേക്കാൾ വലിയ കുരിശല്ലേ എടുക്കണത്, അത് എൻ്റെ പേരിൽ എടുത്താൽ മതിയെന്ന്. അപ്പോഴേ എനിക്ക് തോന്നിയ, ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ അത് നേരത്തെ. ഇപ്പോൾ 9:23 ഇല്ലേ, ടേക്ക് ദ ബെഡ് ഫോർ ലൂക്ക 9:23. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. ലൂക്ക 9:23. അവൻ എല്ലാവരോടുമായി പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അതാണ് ഈശോ അവൾക്ക് കൊടുത്തത്. അവൾക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. ഞാൻ ഇപ്പോൾ പെട്ടെന്ന് വചനം കിട്ടിക്കൊണ്ട് പറഞ്ഞതാണ്. അതായത് നമ്മൾ ഇപ്പോൾ അനുദിനം അനുഭവിക്കുന്ന കുരിശുകളില്ലേ, ഈ കുരിശുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അളിഞ്ഞ മോന്തമായിട്ട് ഇത് എപ്പോഴാണോ ഈ ശാപം ഒഴിഞ്ഞു പോകണമെന്നും പറഞ്ഞുകൊണ്ട് പ്രാഗിയാണ് നമ്മൾ സംഭവം ചെയ്യണത്. ശമയം പോലും ഇത്രയും പ്രാഗി കാണത്തില്ല ഇത്. അപ്പോഴും നിങ്ങൾ എന്ത് ഈശോ പറഞ്ഞാൽ അത് ഈശോയുടെ വചനപ്രകാരം ഈ ക്ലേശങ്ങളെ ഈശോ അനുവദിക്കുന്നവരെ ദൈവസ്നേഹത്തോടെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി പ്രകാരം ഞാനിപ്പോൾ അനുഭവിക്കുന്ന പ്രത്യേക കുരിശ് അനുദിന ജീവിത കുരിശ്, രോഗങ്ങളായാലും കടമായാലും മറ്റു ഭാരമായാലും അങ്ങത് ഏറ്റെടുക്കുന്നവരെ ശമയോനെ പോലെ അങ്ങയോടുള്ള സ്നേഹത്താൽ ഏറ്റെടുക്കുവാൻ എന്നെ പ്രത്യേകമായി ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. ഈ അഭിഷേകം എപ്പോൾ സംഭവിക്കുന്നു എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറയാം. ഇപ്പം ഈ ദൈവസ്നേഹത്താൽ നമ്മളിപ്പോൾ ആ ടിൻഡു ടീച്ചറിൻ്റെ വിഷയം എന്താണ്, അവർ നമ്മളെ 10-20 പത്രമാണ് നമുക്ക് കിട്ടണത്. അതിന് ആ 20 പത്രം വരെ നിങ്ങൾക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് പലർക്കും. 5 എണ്ണം ഇപ്പോൾ കൊടുത്ത് 2 എണ്ണം അടുത്ത ദിവസം കൊടുത്ത്, അങ്ങനെ ഇത് എപ്പോഴെങ്കിലും 30 ദിവസത്തിനുള്ളിൽ കൊടുത്ത് തീർത്താൽ മതിയല്ല വിചാരിച്ചുകൊണ്ട് ആർക്ക് കൊടുക്കും, എവിടെ കൊടുക്കും എന്നറിയാപ്പോൾ അതല്ലാതെ അവർ വല്ലതും നമ്മളെ കളിയാക്കുമോ, വല്ലതും നമ്മളെ പറയുമോ വല്ലതും. ഇങ്ങനെ എല്ലാവർക്കും ക്രിസ്തുവിനെ കൈമാറാൻ നാട്ടുകാരെ പേടിയാണ്. ഇതൊരു ഭയങ്കര സങ്കടകരമായൊരവസ്ഥയാണ്. ക്രിസ്തുവിനെ കൈമാറാൻ നാട്ടുകാരെ പേടി. അങ്ങനെ വന്നാൽ എന്ന് നിങ്ങൾ ക്രിസ്തുവിനെ ഉടമ്പടി പ്രകാരം ക്രിസ്തുവിനെ കൈമാറാൻ നിങ്ങൾ സമൂഹത്തെ പേടിക്കാതിരിക്കുന്നു, അതോടുകൂടി നിങ്ങൾ ദൈവസന്തതിയായി മാറും. ദൈവം നിങ്ങളുടെ വിഷയങ്ങളെ ഇങ്ങനെ ഏറ്റെടുക്കാൻ തുടങ്ങും. ക്രിസ്തുവിനെ കൈമാറാൻ കൂട്ടുകാരെയോ നാട്ടുകാരെയോ പേടിക്കാത്ത ഒരു അഭിഷേകം കിട്ടണം. അത് പ്രധാന കാര്യം എന്താ പറഞ്ഞാൽ, ഈ ദിവസങ്ങളിലെ അക്ഷിത അരൂരെന്ന് പറഞ്ഞ സാക്ഷ്യമാണ്. നിങ്ങൾ അക്ഷിതയുടെ സാക്ഷ്യം കേൾക്കണം. ഇപ്പം 50,000 ആൾക്കാർ കണ്ടു. അക്ഷിതയുടെ ഒരു പ്രോബ്ലം, അക്ഷിത ഒരു IIT സ്റ്റുഡൻ്റാണ്, PhD PhD. അപ്പോൾ ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസമാണ്, ടോപ്പ് വിദ്യാഭ്യാസം. ഇപ്പോൾ ഇവിടുത്തെ ആണെങ്കിൽ ഒരു സ്ഥാപനം നമുക്ക് IIT കോഴിക്കോട്, പിന്നെ മദ്രാസ് IIT, പിന്നെ ഡൽഹി IIT,
പിന്നെ അവിടെ തൃപ്പൂണി ശിനാപ്പള്ളിയിലൊക്കെ ഉണ്ട് IIT. അപ്പോൾ ഈ IITയിൽ PhD എടുക്കുന്ന സ്റ്റുഡൻറ്റാണ്. അപ്പോൾ അവളുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവളുടെ കൂട്ടുകാരാണ് അവരുടെ എതിരാളികളായിട്ട് വരണത്. കാര്യം ഈ IITക്കാരെല്ലാം ടെക്നിക്കൽ സയൻസ് സ്റ്റുഡൻസ് അല്ലേ. അപ്പോൾ പ്രാർത്ഥിക്കനെ കണ്ടു കഴിഞ്ഞാൽ ചോദിക്കും, നീ സയൻസ് തന്നെയാണ് പഠിക്കണത്, അതാ ഈ പത്തിഭ്രാന്ത് മൂത്ത് നടക്കണമെന്ന് അവർ കൂട്ടുകാർ ചോദിക്കും. നീ സയൻസ് സ്റ്റുഡൻ്റ് ആണല്ലേ. അപ്പോൾ കൂട്ടുകാരോട് ചോദിക്കണേ ഇതാണ്, നീ പത്തിഭ്രാന്ത് മൂത്ത് മാതാവിനെ കണ്ടെന്ന്, അപ്പോൾ ഈ വിശേഷം നീ ഇവിടെ പറയരുതെന്ന് പറയും. അവർ വേണമെങ്കിൽ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഡിലീറ്റ് ചെയ്ത് നമ്മളിപ്പോൾ അവരുടെ ഗ്രൂപ്പിലേക്ക് അവരുടെ ഈ ഗ്രൂപ്പിലേക്ക് നമ്മൾ വല്ല സാക്ഷ്യമോ അതുപോലെ തന്നെ നമ്മൾ വല്ല ദൈവത്തിൻ്റെ വചനങ്ങൾ ഇട്ട് കൊടുത്താൽ അവർ നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് കളയും ഉടനെ. പിശാചുക്കൊക്കെ അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ, വചനം കേൾക്കുമ്പോൾ അവർ വിരളി പിടിക്കും, അപ്പോൾ തന്നെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പോൾ ഇവർക്ക് പേടിയാണ് ഒന്ന് ഇടാൻ വേണ്ടി. അപ്പോൾ അവരെ സ്റ്റോപ്പിടാൻ വേണ്ടി ഇവരിതൊന്നും ദൈവത്തിൻ്റെ കാര്യമൊന്നും അവരോട് പറയാതെ അവസ്ഥ വന്നു, അവരെ സ്റ്റോപ്പിടാൻ വേണ്ടി. നിങ്ങൾ ഓർക്കണം, ഉടമ്പടി എടുക്കുമ്പോൾ ആദ്യം വേണ്ടത് ധൈര്യമാണ്. ധൈര്യമില്ലെങ്കിൽ ഉടമ്പടി എടുക്കരുത്, ദൈവത്തെ പേടിച്ചാൽ മതി. അതുപോലെ ഈ ദൈവത്തിന് എതിരെ നിൽക്കുന്ന ആൾക്കാരും പേടിക്കേണ്ട കാര്യമില്ല. അവരുടെ കൂട്ടെന്ന് വെച്ചാൽ നിങ്ങളത് പോവുമെങ്കിൽ അതങ്ങനെ പോട്ടാ, എന്താ പ്രശ്നം ഇരിക്കണേ? നിങ്ങൾ ദൈവത്തെ ഈശോ അത് ഇങ്ങനെയുള്ള തട്ടിപ്പുണ്ടെന്നുള്ളത് കൊണ്ടാണ് ദൈവത്തെ അറിയാവുന്നതാണ് ഈശോ പറഞ്ഞത്, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കണമെന്ന് ചോദിച്ചില്ലേ. കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെന്ന് പറയുന്ന ആ സാധനത്തിന് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരും, ഇവരെക്കാൾ അധികമായി. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇതൊരു പ്രസംഗം എടുക്കരുത്. ഇതൊരു നമ്മിൽ ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ രീതിയിൽ ഒരു ആത്മീയ കാലാവസ്ഥ ഉണ്ടാക്കാൻ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങൾക്ക് വേണ്ടി സഹായമായി ഒരു ഉപകരണമായി എടുക്കുന്നെന്ന് കരുതിയാൽ മതി. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ പ്രയോജനമില്ലാത്ത പട്ടിക്കാട്ടങ്ങളെ ഇപ്പം തന്നെ ഒഴിവാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ബോൾഡായിട്ട് അവരോട് ഈശോയെക്കുറിച്ച് പറയണം. ധൈര്യം എന്ന് പറഞ്ഞാൽ ഉടമ്പടി നമുക്ക് തരേണ്ടത് ധൈര്യമാണ്. നിങ്ങൾ ധൈര്യം കാണിക്കുമെന്ന് പറഞ്ഞാൽ മാത്രമേ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഉടമ്പടി എടുക്കാൻ വേണ്ടി നിങ്ങളെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എബ്രാഹത്തിനെയും വിളിച്ചതാണ്, ലോത്തിനെയും വിളിച്ചതാണ് വാഗ്ദാന ഭൂമിയിലേക്ക്, ശരിയല്ലേ? എബ്രാഹത്തിനെയും വിളിച്ചതാണ്, എബ്രാഹത്തിനെ കൂടെ ആരെയും വിളിച്ചതാണ്? ലോത്തിനെയും വിളിച്ചതാണ്. എന്നിട്ട് എബ്രാഹത്തിൻ്റെ ഗതി എന്ത്, ലോത്തിൻ്റെ ഗതിയുണ്ട്. അവിടെയാണ് പ്രശ്നം. ഉടമ്പടി എടുത്തവർ നിങ്ങൾ ചിലപ്പോൾ അയൽവാസികളായിട്ട് വന്ന് ഉടമ്പടി എടുത്ത് കാണും. ഇതിപ്പോൾ നിങ്ങളുടെ കോളേജിൽ നിങ്ങളുടെ കൂടെ കാറ്റോ മാറ്റോ ഒക്കെ പഠിക്കുന്ന കുട്ടികളുമായിട്ടൊന്ന് ഉടമ്പടി എടുത്ത് കാണും. പക്ഷേ അവരുടെ ഗതി എന്ത്, നിങ്ങളുടെ ഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയുടെ ആരാണ് വിശ്വസ്തത കാണിക്കണത്, അതാണ് അതിൻ്റെ വിഷയം. ഇപ്പോൾ നിങ്ങൾ വേർപെട്ട് ഉടമ്പടി എടുക്കുന്നവർക്ക് ഒരു വേർപാടുണ്ട്. ഉടമ്പടി തന്നെ ദൈവമായിട്ടല്ലേ നമ്മൾ ഉടമ്പടി എടുത്തിരിക്കണത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടൊരു വേർപാട് വരും. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ അനുദിനം വിശുദ്ധിയോടുകൂടി ദൈവസ്നേഹത്തോടെ മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 13, 14, 15 എടുത്ത് ശ്രുതികട്ടെ ഹല്ലേലൂയ. അബ്രാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം കർത്താവ് അബ്രാമിനോട് പറഞ്ഞു, നീ തലയുയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ തരും. ഭൂമിയിലെ പൂഴി പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. പൂഴി ആർക്കെങ്കിലും എണ്ണിത്തീർക്കാമെങ്കിൽ നിന്റെ സന്തതികളെയും എണ്ണാനാവും. എഴുന്നേറ്റ് ഈ ഭൂമിക്ക് നെടുകയും കുറുകയും നടക്കുക, അത് നിനക്ക് ഞാൻ തരും. ഉൽപ്പത്തി 13:12. അബ്രാം കാനാൻ ദേശത്ത് താമസമാക്കി. ദൈവം അവന് വാഗ്ദാനം ചെയ്ത ഉടമ്പടി വാഗ്ദാനങ്ങളില്ലേ, ഇല്ലേ? നിങ്ങൾക്ക് സ്വസ്ഥവും സമാധാനവുമായിട്ട് ഐശ്വര്യപൂർണ്ണമായി ജീവിക്കാൻ പറ്റിയ കാനാൻ ദേശത്തേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോവുകയാണ്. പക്ഷേ എന്താ പ്രശ്നം? എബ്രാഹത്തിനെയും വിളിച്ചിട്ടുണ്ട്, ലോത്തിനെയും വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ അയൽവാസികളായിട്ടും കൂട്ടുകാരുമായിട്ടും ഹോസ്റ്റലായിട്ടുള്ള ഫെല്ലോസായിട്ടും നിങ്ങൾ വന്ന് ഉടമ്പടി എടുത്തിരിക്കുകയാണ്. പക്ഷേ രണ്ടുപേരുടെയും ഭാവി രണ്ട് തരത്തിലാണ്. രണ്ടുപേരുടെയും ഭാവി ഉടമ്പടി എടുത്തുകൊണ്ടല്ല സംഭവം. ഉടമ്പടി നിങ്ങളെടുത്ത നിലപാടാണ് പ്രശ്നം. അതാണ് ഉൽപ്പത്തി 13:12 വായിച്ച്. ഉൽപ്പത്തി 13:12. അബ്രാം കാനാൻ ദേശത്ത് താമസമാക്കി. പറഞ്ഞേ, അബ്രാഹാം കാനാൻ ദേശത്ത് താമസമാക്കി. ലോത്ത് സമതലത്തിലെ നഗരങ്ങളിലും വസിച്ചു. ലോത്ത് നഗരത്തിലെ
സമതലത്തിലെ നഗരങ്ങളിലും വസിച്ചു. അടുത്ത വചനം, അവൻ സോതോമിനടുത്ത് കൂടാരമടിച്ചു. പണിപാളി. ഇനി സോതോമിനെ കുറിച്ച്, അതായത് ഈ രണ്ട് കക്ഷികളെയും ഉടമ്പടി എടുത്ത ആൾക്കാരാണ് എബ്രാഹും ലോത്തും, അല്ലേ? എന്നിട്ട് എന്താ സംഭവിക്കേണ്ടത്? ആ ഉടമ്പടിയുടെ ജീവിതമാണ് എബ്രാഹിം നയിക്കുന്നത്. പക്ഷേ ലോത്ത് എന്ത് പേര്? ലോത്ത് നിരീശ്വരവാദികളും തോന്നിവാസികളും സ്വവർഗഭോഗികളുമായിട്ട് ലൂസ്ഡായിട്ടുള്ള ടോക്സ് ഉള്ളവർ, ചുമ്മാ ചളവ് വർത്താനമൊക്കെ പറയത്തില്ലേ, ഇങ്ങനെയുള്ളവരുമായിട്ടുള്ള കമ്പനികൾ തുടർന്നുകൊണ്ടിരുന്നു ലോത്ത്. അതുകൊണ്ട് ബൈബിൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ പിഴച്ചവൻ ചെയ്തത് എന്താണെന്ന് പറയുന്നുണ്ട്. എന്താ പറയണത്? അതായത് അവൻ സോതോമിനടുത്ത് കൂടാരമടിച്ചു. ഇനി സോതോമിനെ കുറിച്ച് പറഞ്ഞേ. സോതോമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിന്റെ മുൻപിൽ മഹാപാപികളുമായിരുന്നു. അതാ പ്രശ്നത്തെ. അതായത് കർത്താവിന്റെ മുമ്പിൽ വിലയില്ലാത്തവന്മാരുമായിട്ട് ഉള്ള ബന്ധങ്ങൾ നമ്മൾ ഈ ഉടമ്പടിയോടുകൂടി ഗുഡ് ബൈ പറയണം. മനസ്സിലായോ? ഇത് എപ്പോഴും വളരെ സീരിയസ് വിഷയമാണ്. അവരൊരിക്കലും ദൈവത്തിൻ്റെ ജോലി ചെയ്യാൻ അനുവദിക്കത്തില്ല. അക്ഷിതയുടെ വിഷയമാണ് ഞാൻ പറയുന്നത്. അക്ഷിത PhD അതുപോലെ തന്നെ IIT സ്റ്റുഡൻ്റാണ്. പക്ഷേ അവൾ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ കാരണങ്ങളുണ്ട്. ഉടമ്പടി എടുത്തതിന് ഇപ്പം എടുക്കാനുള്ള കാരണങ്ങൾ അവരുടെ വീട്ടിൽ ഇപ്പം എല്ലാവർക്കും അവളുടെ കൂട്ടുകാരെല്ലാം ജോലി കിട്ടിപ്പോവും. ഇവൾ ഒറ്റപ്പെട്ട അവൾക്ക് ഈ MBAയുടെ ഇത് കിട്ടണില്ല, നെറ്റ് കിട്ടണില്ല. അപ്പോൾ അവൾ അമ്മയോട് പറയും, ഞാൻ ഇനി നാട്ടിലോട്ട് വരണില്ല, മദ്രാസിൽ തന്നെ നിൽക്കാമെന്ന് വിചാരിക്കുന്നു. ഇനിയും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ പ്രൊഫഷൻ തന്നെ വിട്ടുകളയാം. അപ്പോൾ ലൈഫ് വളരെ മോശമായ ഒരു കണ്ടീഷനിലേക്ക് പോകുന്നു, ഒരു ഡെഡ് എൻഡിലേക്ക് പോവുകയാണ്. ലൈഫ് ഡെഡ് എൻഡായിട്ടുള്ള ആൾക്കാരാണ് ഉടമ്പടി എടുക്കുന്നത്. ശരിക്കും ഇനി മുന്നോട്ട് വഴിയില്ല, പുതിയ വഴി കാണുന്നുമില്ല, കൂടെ ഉള്ളവരെല്ലാവരും പോയി. നിങ്ങളെപ്പോഴും വിചാരിക്കണം, ആ അക്ഷിത പറഞ്ഞത് ശരിയാണ്, കൂടെ ഉള്ളവർ ആരാണ് എന്ത് തേൻകട്ടയാണെന്ന് പറഞ്ഞാലും എപ്പോഴാലും പോകും മക്കളെ. അതുകൊണ്ട് ദൈവത്തിനത് അറിയാം. അതുകൊണ്ടാണ് ദൈവം പറയണത്, ഞാൻ ഒരു കാരണവശാലും നിന്നെ വിട്ടുപിരിയരുത്. ടേക്ക് ദ ബെഡ് ഫോർ അറ്റ് എനി കോസ്റ്റ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന